ഏറ്റുമാനൂരിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് അടിയന്തരമായി 5-അംഗ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് ആരംഭിക്കണമെന്ന് ഏറ്റുമാനൂർ വികസന സമിതി നടത്തിയ ട്രാഫിക് ബോധവൽക്കരണ സെമിനാറിൽ അഭിപ്രായമുയർന്നു. നിലവിലെ പോലീസ് സംവിധാനത്തിന് ഏറ്റുമാനൂരിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ കഴിയില്ലെന്നും യോഗം വിലയിരുത്തി. ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും ചർച്ചയും നഗരസഭാ ചെയർപേഴ്സൺ ടോമി പുളിമാന്തുണ്ടം ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാം ആ വികസന അടുത്ത കമ്മിറ്റിയിൽ അത് പാസ്സാക്കിയിട്ട് നിങ്ങളെല്ലാവരും എല്ലാ റെസിഡൻസ് ക്ലാസ്സുകളും മതസ്ഥാപനങ്ങൾ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ തുടങ്ങി എല്ലാ ഇവിടുത്തെ നമ്മുടെ മുനിസിപ്പാലിറ്റി പ്രഗത്ഭരായ ആൾക്കാരെ ഉൾപ്പെടുത്തി ഒരു വികസന സെമിനാർ ഈ മാസം തന്നെ ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിൽ വരുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും രാജീവ് പറഞ്ഞ നിങ്ങളൊരു കത്തായിട്ട് തരുവാണെങ്കിൽ അതും സമയക്കും ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ ഒരു ഫയർ സ്റ്റേഷനും ഒരു ട്രാഫിക്കിൻ്റെ ഇതും വളരെയധികം അത്യാവശ്യമാണ്. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പദ്ധതി രൂപീകരിച്ച് 3-4 പ്രൊജക്റ്റ് തന്നെ ഉണ്ടാക്കണം. നമുക്ക് ടൗൺ ഹാൾ വേണം, പല ആശയങ്ങളുള്ളിലുണ്ട്. ഇതെല്ലാം ആദ്യമേ അങ്ങ് തുറന്നു കഴിഞ്ഞാൽ അതിന് ശത്രുക്കൾ കൂടും. അതുകൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ കാര്യങ്ങളും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള ആഗ്രഹമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ വേണ്ട നമ്മുടെ മുനിസിപ്പാലിറ്റി ഇപ്പം സി ഗ്രേഡിലാണ് കിടക്കുന്നത്. ഒന്നാമത് ഇവിടുത്തെ പ്രവർത്തനം കഴിഞ്ഞ ഉദ്യോഗസ്ഥരില്ലാത്തതുകൊണ്ട് മുഴുവൻ പ്രവർത്തനം സമയബന്ധിത നടപ്പാക്കാതിരിക്കുക. യോഗത്തിൽ ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ചു. അനധികൃതമായ പാർക്കിംഗ്, ഈ പാർക്കിംഗ് ചെറു ഇടവഴികളിലൊന്നും വാഹനങ്ങൾ കടന്നു പോകുവാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് MC റോഡിൽ തന്നെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യും. അപ്പൊ അതിനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ ഇടവഴികളിലും അധികാരി 10 മീറ്റർ വീതിയിലുള്ള ഒരു റോഡിലും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഒരു സ്കൂട്ടർ പോയിട്ട് ഒരു സൈക്കിൾ പോലും വെക്കുവാൻ നിയമിക്കും. നഗരസഭാ കൗൺസിലർമാരായ മാത്യു വാക്കത്തുമാലി, ബിബിൻ സണ്ണി, ബിബിൻ ബാബു, മേരിക്കുട്ടി ജോസഫ്, TB മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസൺ മുണ്ടയ്ക്കൽ, റെജിമോൻ CT, വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി MK സുഗതൻ തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി.